ഹലോ, ഇതെന്താ കണ്ണാടിയുടെ മുന്നിൽ ഷോ കാണിക്കുന്നതെന്നല്ലേ? ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഓണ സെലിബ്രേഷൻ. അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി. ഓണ സെലിബ്രേഷന് സദ്യ കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പ്, സാരിയൊക്കെ കൊടുത്ത് കുറച്ച് ഷോ കാണിക്കലാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സദ്യയൊക്കെ പുറത്തുനിന്ന് കഴിച്ച കാരണം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഞാനൊരു ഗോതമ്പ് പായസം തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് കുക്കറിൽ ഒരു 2-3 വിസിലൊടിച്ച് വേവിച്ചെടുത്ത ഗോതമ്പാണ് കേട്ടോ. ശർക്കരയൊക്കെ ഇരുന്ന് നന്നായിട്ട് കുറുകിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തട്ടിക്കൂട്ട് പായസമാണ്. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കണം. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന്, ഒന്നിനും ഒരു അളവില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേ. ഇതേപോലെ നന്നായിട്ട് വരണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 3-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോസ്കോന്ന് വാങ്ങിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണിങ്ങനെ പിരിഞ്ഞ് കിടക്കുന്നത്. പക്ഷേ ചൂടായി കഴിയുമ്പോൾ റെഡിയാവും കേട്ടോ. അപ്പോൾ 3-ാം പാലിൽ നന്നായിട്ട് അങ്ങ് വേവിച്ച് നമ്മുടെ ഗോതമ്പ് അങ്ങ് കുറുക്കിയെടുക്കണം. പിന്നെ നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടിന്ന് പാലെടുത്തിട്ട് അത് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഞാൻ ലൂസാക്കി എടുക്കും. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്. പിന്നെ 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടി ചേർക്കുന്നതെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം പിന്നെ എന്താണ്, നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ വേണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് 1-ാം പാലും കൂടിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇതേ പിന്നെ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടിയിട്ട് നെയ്യിൽ വറുത്തിട്ട് പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ചേർക്കാം. ഇത്രയേ ഉള്ളൂ, തട്ടിക്കൂട്ട് പായസം റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ. വൈകുന്നേരവും പുറത്തുനിന്നൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ.